ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 100 വർഷം മുമ്പ് ഒരു ഏപ്രിൽ 13-നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആ കറുത്ത അധ്യായം സംഭവിച്ചത്. അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടിയവർക്ക് നേരെ നിറയൊഴിക്കുവാൻ ഉത്തരവിട്ടത് ജനറൽ ഡയറായിരുന്നു. ഫയർ എന്നൊരൊറ്റ വാക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ആയിരങ്ങളുടെ ജീവനാണ് പൊലിഞ്ഞത്. ജാലിയൻ വാലാബാഗിൽ ഇപ്പോഴും ആ ചോരയുടെ മണം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. ജീവന് വേണ്ടി തലങ്ങും വിലങ്ങും ഓടുന്നവരുടെ ആർത്തനാദം ഇപ്പോഴും നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഇന്ത്യ യാത്രയുടെ ഭാഗമായി ജാലിയൻ വാലാബാഗ് സന്ദർശിക്കുമ്പോൾ ഞങ്ങൾ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ചവരുടെ നെഞ്ച് തുളച്ചുപോയ അടയാളങ്ങൾ കറുത്ത കണ്ണുകൾ പോലെ ഇപ്പോഴും അവിടെ നമ്മൾ തുറച്ചു നോക്കുന്നുണ്ട്. ഫയർ എന്ന ഒരൊറ്റ ഉത്തരവിൻ്റെ പ്രതിഫലനം. ഇനി മറ്റൊരു കാര്യം പറയാം. ഇറാഖ് ജനതയോട് അമേരിക്കൻ സൈന്യം നടത്തിയ ഒരു ഇടപെടലിൻ്റെ കഥ ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. സദ്ദാം ഹുസൈനെ കീഴടക്കിയ ശേഷം ഇറാഖിലെ യുദ്ധം അവസാനിച്ചു. ഇറാഖിലെ ജനങ്ങൾ ഒന്നടങ്കം അമേരിക്കൻ പട്ടാളത്തോട് പകയോടെ നിന്നിരുന്ന കാലം. യുദ്ധാനന്തരം പരിക്കേറ്റവർക്ക് മരുന്നുകളും പട്ടിണിയിലായ ജനങ്ങൾക്കുള്ള ഭക്ഷണവുമായി അമേരിക്കൻ പട്ടാളം ഇറാഖിലെത്തി. പട്ടാളത്തെ കണ്ട ഇറാഖ് ജനത കിട്ടിയ ആയുധങ്ങളുമായി അവരെ നേരിടാൻ അണിനിരന്നു. അവിടെയും ഒരു ക്യാപ്റ്റൻ ഡയറായിരുന്നു അമേരിക്കൻ പട്ടാളത്തെ നയിച്ചത്. യുദ്ധസമാനമായ നിമിഷങ്ങൾ. പ്രാദേശിക ഭാഷ അറിയാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വന്നതാണെന്ന് പറഞ്ഞ് അറിയിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന പട്ടാളം. അവരെ നോക്കി ഡയർ പറഞ്ഞത്രേ, പുട്ട് യുവർ ആംസ് ഡൗൺ. തോക്കുകൾ താഴെയിട്ട പട്ടാളത്തോട് ഡയർ പിന്നീട് പറഞ്ഞ വാക്കിൻ്റെയും അവസാനത്തെ അക്ഷരം ഫയറിനെ പോലെ ഇ എന്നായിരുന്നു. സ്മൈൽ. സൈനികർ മുഴുവൻ ഇറാഖ് ജനതയെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ സംഘർഷം മുഴുവൻ അലിഞ്ഞുപോയി. സംഭവിക്കാമായിരുന്ന ഒരു ദുരന്തത്തെ ഒരു ചിരി കൊണ്ട് അലിയിപ്പിച്ചു കളഞ്ഞ നിമിഷം. നമുക്കും ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൂടെ? ഒരു ചിരി കൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും. ചിരിക്ക് ഒരു മാസ്മരിക ഭാവമുണ്ട്. സമാധാനത്തിൻ്റെ, ആശ്വാസത്തിൻ്റെ പ്രതിരൂപമാണ് ചിരി. നമുക്ക് സ്വന്തമായി കിട്ടിയ ഈ ഒരേ ഒരു ഗ്രഹത്തിൽ, ഒരേ ഒരു ജീവിതത്തിൽ പരസ്പരം ചിരിക്കാം. ആദ്യം നമുക്ക് നമ്മളോട് തന്നെ ചിരിച്ച് ശീലിക്കാം. അതോടൊപ്പം എല്ലാവരോടും പുഞ്ചിരിച്ച് ശീലിക്കാം. അതിലൂടെ ഒരുപാട് ബന്ധങ്ങളെ സൃഷ്ടിക്കാം. അതിലൂടെ ജീവിത വിജയം നയിക്കാം. മനുഷ്യന് മാത്രം കിട്ടിയ ഈ വരദാനത്തെ നമുക്ക് മറച്ചു വയ്ക്കാതിരിക്കാം.